വീക്കെൻഡ് വ്ലോഗാണ്. വീക്കെൻഡ് ആകുമ്പോൾ എന്താ ചെയ്യാൻ നമ്മൾ സാധാരണ കിടന്നുറങ്ങും. ഫുൾ ഡേ ഉറക്കം, സിർഫ് ഉറക്കം ഉറക്കം ഉറക്കം. അതല്ലാണ്ട് വീക്കെൻഡ് ആയിട്ടൊന്നുമില്ല. അതാണ് റിയലിസ്റ്റിക് വീക്കെൻഡ് വ്ലോഗ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഒക്കെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ബിക്കോസ് ഇപ്പോഴേ നട്ടുച്ചയാവാറായി. വീക്കെൻഡിൽ നോർമലി എനിക്ക് മടിയാണ്, വീക്കെൻഡിൽ മാത്രമല്ല എന്നും മടിയാണ്. എന്നാലും ഞാൻ ഇന്ന് കുളിച്ചിരിക്കുന്ന ഗൈസ്. വീഡിയോയ്ക്ക് വേണ്ടി ഇന്ന് ഞാൻ ഇട്ട എഫേർട്ട് നിങ്ങൾ കാണാതെ പോകരുത്. ഇതൊക്കെ പറയുമ്പോഴും പിന്നിലൊരാൾ ഇപ്പൊ എണീറ്റിട്ടേ ഉള്ളൂ എന്ന് നിങ്ങൾ ഓർക്കുക. വീക്കെൻഡ് വ്ലോഗ് എന്ന് പറഞ്ഞ് വ്ലോഗിനകത്ത് എന്ത് കയറ്റുമെന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് എന്റെ മെമ്മറി ആൽബം ഒരു ഗുണവും ഇല്ലാണ്ട് ഒരു കോർണറിൽ കിടക്കുന്നത് എനിക്ക് ഓർമ്മ വന്നത്. വ്ലോഗിന് വേണ്ടി തമാശയ്ക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും സംഭവം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആണ് കേട്ടോ. സംഭവം കുറച്ച് മെനക്കെട്ട പരിപാടി ആണേലും എല്ലാം ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് റിസൾട്ട് നോക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കോളേജ് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഇടയിൽ ഇഷ്ടംപോലെ സ്റ്റോൾസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കോളേജിലാണേലും വേറെ എവിടെ ആണേലും സ്റ്റേഷനറി ഐറ്റംസിന്റെ ഒരു സ്റ്റോൾ കണ്ട അതിൽ കാണുന്ന എല്ലാ സാധനവും പറക്കിയെടുത്തോണ്ട് പോകാൻ എനിക്ക് വല്ലാത്ത ത്വരയാണ്. പക്ഷെ അങ്ങനെ ചെയ്താൽ കടക്കാരെന്നെ തൂക്കിയെടുത്ത് വെളിയിലെറിയും എന്നുള്ളതുകൊണ്ടും എന്റെ കയ്യിൽ നയാ പൈസ ഇല്ലാത്തതുകൊണ്ടും ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാറാണ് പതിവ്. അതിന്റെ ഇടയിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് പാച്ചും വന്ന് എന്നെ സഹായിക്കാൻ തുടങ്ങി. അവളുടെ ഈ കാണിക്കുന്ന സ്നേഹം കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ അതല്ല ഗൈസ്, നമ്മൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് എപ്പോഴും അടിയിടുന്ന ആൾക്കാരാണ്. പക്ഷെ മൂന്നാമത്തെ സെക്കൻഡ് ഭയങ്കര സ്നേഹാവുകയും ചെയ്യും. അങ്ങനത്തെ ഒരു വഴക്കവിടെ നടന്നിട്ടുണ്ട് എന്ന് പോലും ആരും പറയില്ല. അങ്ങനെ കോളേജ് തുറന്നപ്പം തെരേസ്യൻസിന് മാത്രമായിട്ടൊരു സ്പെഷ്യൽ ഓഫർ. 450 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പ്ലാനർ ഞാൻ 50 രൂപയ്ക്ക് വാങ്ങി. കാര്യം അത് വെച്ച് പ്ലാനിങ്ങും ടൈം ടേബിളും പ്രൊഡക്ടിവിറ്റിയും ഒന്നും നടന്നില്ലെങ്കിലും ആ പ്ലാനറിനെ ഞാൻ എന്റെ മെമ്മറി ആൽബം ആക്കി മാറ്റി. നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലീസ്, അവരുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള മൊമെന്റ്സ്, മെമ്മറീസ്, അതിന്റെ ഒക്കെ ഫോട്ടോസ് ഞാൻ പ്രിന്റ് എടുത്ത് ഈ ഫോട്ടോ ആൽബത്തിനകത്ത് ഒട്ടിക്കാറാണ് പതിവ്. അപ്പോൾ ഇതാണ് ഗൈസ് എന്റെ മെമ്മറി ആൽബത്തിന്റെ ഫൈനൽ ലുക്ക്. മെമ്മറി ആൽബത്തിന്റെ പരിപാടി കഴിഞ്ഞ് പുറത്തു നോക്കുമ്പോഴാണ് നല്ല മഴ. കുറച്ചു നേരം പുറത്തു നോക്കിയിരുന്ന് വീണ്ടും തിരിഞ്ഞു നോക്കിയപ്പോഴത്തേനും മഴയുടെ പാട്ടിന് പോയി ഗൈസ്. ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കിട്ടിയ അപ്പവും സ്റ്റൂ കറിയും ഞങ്ങൾ ബ്രഞ്ചായിട്ട് കഴിച്ചു. പാച്ചു കഴിക്കുന്ന കണ്ട ആരോ തല്ലി തീറ്റിക്കുന്ന പോലെ ഉണ്ട്. പക്ഷെ അവളുടെ ശരിക്കുള്ള സ്വഭാവം നേരെ ഓപ്പോസിറ്റ് ആണ്. മുഖം കണ്ടാ പറയത്തില്ല എന്നേ ഉള്ളൂ. ആ കാണുന്ന ചിരിയുടെ നിഷ്കളങ്കതയിൽ നിങ്ങൾ ആരും വീണു പോകരുത്. ഫുഡ് ഈറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചെറുതായിട്ട് പഠിക്കാന്ന് വിചാരിച്ചു. സത്യത്തിൽ കോളേജിൽ പഠിപ്പൊന്നും തുടങ്ങിയിട്ടില്ല. പക്ഷെ വ്ളോഗ് എടുക്കുവാണല്ലോ, എന്തേലൊക്കെ കാണിച്ചു കൂട്ടണ്ടേ എന്നാലോചിച്ച് ഞാൻ പാച്ചുവിന്റെ ലാപ്ടോപ്പും തുറന്നു വെച്ച് എന്റെ സിലേബസ് ഒക്കെ ഒന്ന് തുറന്നു നോക്കി. എന്റെ ലാപ്ടോപ്പിന്റെ പൊടി ഞാൻ ആദ്യമേ തട്ടി ഇപ്പൊ ചാർജിൽ കുത്തി വെച്ചേക്കുവാണ്. ഇപ്പൊ അവളുടെയും ലാപ്ടോപ്പിന്റെ പൊടി ഞാൻ തട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് വീഡിയോ ആരും എടുത്തു തരാൻ ഇല്ലാത്തതുകൊണ്ടും ക്യാമറ, ട്രൈപോഡ് അങ്ങനത്തെ സാമഗ്രികളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ ക്യാമറ മാനത്ത് കയറ്റി വെച്ച് റെക്കോർഡ് ചെയ്യാനുള്ള ബുദ്ധി നമുക്ക് തോന്നിയത്. അങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യാൻ ഞാൻ സ്റ്റൂളിന്റെ മേളിൽ കയറി. ഞാൻ കയറി ഞാൻ വീഴാതിരിക്കാൻ പാച്ചു സപ്പോർട്ടിന് താഴെ നിൽക്കുന്നുണ്ടായിരുന്നു. ക്യാമറ ഒക്കെ സെറ്റാക്കി ബുദ്ധിമാന്മാരെ പോലെ നമ്മൾ താഴെ വന്നിരുന്ന് 2 കഴുതക്കളിയൊക്കെ റെക്കോർഡ് ചെയ്തു. കളി കഴിഞ്ഞ് തോറ്റ് തൊപ്പിയിട്ട് എന്റെ ഫോൺ എടുക്കാൻ ചെല്ലുമ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. റെക്കോർഡിംഗ് എടുത്ത് നോക്കുമ്പം പാച്ചുവിന്റെ തല നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും കളി ജയിച്ചല്ലോ എന്നുള്ള സന്തോഷത്തിലായിരുന്നു അവള്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം കിടന്നുറങ്ങി. ഈവനിങ് ഒക്കെ ആയപ്പോഴത്തേനും ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ച് ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ അങ്ങ് എഡിറ്റ് ചെയ്ത് വെക്കും. കോളേജൊക്കെ ഉള്ള സമയത്ത് നമുക്ക് അത്രയും സമയമൊന്നും കിട്ടില്ല. ഓരോരുത്തരും യൂട്യൂബില് വീഡിയോ ഇടുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഭയങ്കര നിസ്സാരമുള്ള പണിയാണെന്നും. പക്ഷെ അത് ചെയ്യാൻ തുടങ്ങുമ്പോഴേ അതിന്റെ പുറകിലുള്ള എഫേർട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. സംഭവം അധികം ടഫ് ഒന്നുമല്ല, എനിക്ക് അത്ര ടഫായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ചിലപ്പോ ഒക്കെ നമ്മുടെ ഒറ്റൊരു വീഡിയോക്ക് ആയിരിക്കും ഒരു ഫുൾ ഡേ പോയി കിട്ടും. പോരാത്തതിന് ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് പലപ്പോഴും നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതാണ് ഗൈസ് എന്റെ എഡിറ്റിംഗ് സ്കിൽസ്.
അങ്ങനെ കുറെ നേരം എഡിറ്റിംഗ് പരിപാടിയും കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് വീഡിയോനകത്ത് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീക്കെൻഡ് വ്ലോഗിനകത്ത് കുറച്ച് സ്റ്റഡി വ്ലോഗ് കയറ്റാന്ന് വിചാരിച്ചു. ക്ലാസ് തുടങ്ങിയിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അധികം ഒന്നും പഠിക്കാനുണ്ടായില്ല. അതുകൊണ്ട് നമ്മളൊരു സിനിമ കണ്ടാലോ എന്ന് വിചാരിച്ചു. എനിക്ക് ചെറുതായിട്ടൊരു ഷാറുഖ് ഖാൻ ഭ്രാന്ത് ഉള്ളതുകൊണ്ട് ഷാറുഖ് ഖാന്റെ കഭി ഖുശി കഭി ഗം സിനിമയാണ് നമ്മൾ എടുത്തിരുന്ന് കാണാൻ തുടങ്ങിയത്. ഞാനൊരു 1000 തവണ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും തോന്നുമ്പോ ഒക്കെ ഞാൻ ഈ സിനിമ എടുത്തിരുന്ന് കാണും. കൂടെ പാച്ചുവിനെയും പിടിച്ചിരുത്തും. ആദ്യം പറഞ്ഞ പോലെ പലതവണ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും കാണുമ്പോ ഒക്കെ ഞാൻ ഈ സിനിമ കണ്ട് കരയും. ആൾക്കാർ എനിക്ക് ചെറിയ വട്ടുണ്ടെന്നൊക്കെയാണ് പറയാറ്. എന്നാലും കുഴപ്പമില്ല, ഷാറുഖ് ഖാന് വേണ്ടി ഞാൻ അതും സഹിക്കും. ഇനിയും ഞാൻ വല്ലാണ്ട് നീട്ടി ഈ വീഡിയോ ചെളവാക്കി കൊളവാക്കി വഷളാക്കുന്നില്ല.